ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് പേര് നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിലേക്ക് പുതിയ പുതിയ സാരീസ് അയച്ചു തന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഈ സാരീസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു റെഡ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ വൈറ്റ് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈനാണ്. നമ്മുടെ ക്രിസ്മസ് തീമിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കളറാണ്. അതുകൂടാതെ ആണെങ്കിലും ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ ഒരു സ്നോ ഫ്ലേക്സ് വരുന്നത് പോലെയാണ് ഈ ഒരു മോട്ടീവ്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതുപോലെ ഒരു 6 മോട്ടീവ്സും അതിനിടയ്ക്കൂടെ പേൾ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോട്ടീവ്സിന്റെ എൻ പോർഷനും സെൻട്രൽ പോർഷനും ഒക്കെ പേൾസ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു സ്കാറ്റർ ചെയ്തും ഇങ്ങനത്തെ ഒരു പേൾ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാവുന്ന ഒരു ഡിസൈനാണ്. ഇതിന് ഏറ്റവും സെൻട്രൽ വരുന്ന ഡിസൈനിനകത്ത് കുറച്ചും കൂടെ വലിയൊരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു 2-3 ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ചെറിയൊരു ആ ഒരു ഡോട്ട്സ് പോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ 3 മോട്ടീവ്സ് വരുന്നത് പോലെ പേൾസ് വരുന്നത് പോലെയാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഒരു റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പല്ലുവിന്റെ ഉള്ളിൽ കണ്ടതുപോലെ 3 മോട്ടീവ്സ് വരുന്നത് പോലെയാണ് ഇതിന്റെ പല്ലുവിന്റെ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻ. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ തൊട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിൽ സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് പോലെ ഇങ്ങനെ ഒരു 6 മോട്ടീവ്സ് വരുന്ന പോലെ ഡിസൈൻ ഉണ്ട്. അതിനുശേഷം കുറച്ചൊരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു റൈറ്റ് ലെഗ് പോർഷൻ്റെ അവിടെ മുകളിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസൈനുകൾ തന്നെയാണ് കേട്ടോ. നല്ല ആ ഒരു മോട്ടീവ്സ് ഇച്ചിരി സ്കാറ്റർ ചെയ്ത് അതുപോലെ ഇത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഡിസൈൻസും ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനകത്തും ആ ഒരു പേൾസിന്റെ ഹൈലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു ബോട്ടം, അതായത് ലെഫ്റ്റ് ലെഗ് പോർഷൻ കഴിഞ്ഞ്, അതായത് പ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്നത് പോലെ ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെ ഒരു സാരിയുടെ ഹാഫ് പോർഷനിൽ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് പോലെ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ഏകദേശം സ്റ്റാൻഡിങ് പോസിൽ നമുക്ക് ഇതിനെ മോട്ടീവ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാൻഡിങ് പോസ് എന്ന് പറയുന്നത്. എന്നാലും ഇതിന്റെ ഒരു ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ ഒരു ഫ്ലവേഴ്സിനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സിംഗിൾ ഫ്ലവർ വരുന്ന ഡിസൈൻ വരുന്നത് ഇച്ചിരി ടോപ്പിൽ വരുന്നത് പോലെ, അതാണ് സ്റ്റാൻഡിങ് പോസ് എന്ന് ഉദ്ദേശിച്ചത്. ഒരു ഫ്ലവർ പാറ്റേൺ വരുമ്പോൾ ബോട്ടം പോർഷൻ കുറച്ച് വീതി വന്നിട്ട് മുകളിലോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞു വരുന്നത് പോലെ, അങ്ങനെ ഒരു പാറ്റേണിൽ സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് നെക്സ്റ്റ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാരിയിൽ. ഈ ഒരു പാറ്റേണിൽ, അതായത് ബോട്ടം പോർഷനിൽ വരുന്നത് പോലെ ഈ ഒരു പാറ്റേണിൽ ഇതുപോലെ 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നില്ല, സാരി മാത്രമായിട്ടാണ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2275 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഒരു റെഡിന്റെ കോമ്പിനേഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ഇതിനകത്ത് റെഡിന്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഈ ലീഫ് പാറ്റേൺ ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള സാറ്റൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതിനകത്ത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ സാറ്റൻ സ്റ്റിച്ച് ഇത്രയും ഫില്ല് ചെയ്ത് തയ്ക്കാനായിട്ട് നല്ലതായിട്ട് ടൈം എടുക്കുന്ന സ്റ്റിച്ച് തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് ആ റെഡിന്റെ 2 കോമ്പിനേഷൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഔട്ടർ കവർ കൊടുത്തിരിക്കുന്ന ഇച്ചിരി ഡാർക്ക് ഒരു മെറൂണിഷ് റെഡും സെൻട്രൽ പോർഷനിൽ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവേഴ്സ് നല്ലൊരു ലൈവ്ലി ഫീൽ വരുന്നത് പോലെ ഒരു നല്ല വലിയ ഫ്ലവർ ബഞ്ചാണ്. നല്ല വലുപ്പത്തിലുള്ള ഒരു ഫ്ലവർ ബഞ്ച് തന്നെയാണ്. നമ്മുടെ കൈപ്പത്തിയേക്കാളും നല്ല വലുപ്പത്തിൽ വരുന്ന പോലത്തെ ഒരു ഫ്ലവർ ബഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉൾവശത്താണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഉള്ളിൽ വരുന്ന എങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ, മീൻസ് നമ്മൾ ഉള്ളിൽ വരുന്ന സൈസിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു ഫ്ലവർ ബഞ്ചും കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു പാറ്റേൺ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേന് ചെറിയ 2 ഡിസൈനാണ്, ചെറിയ 2 ഫ്ലവേഴ്സും ഒരു ലീവ്സും വരുന്ന ഒരു പാറ്റേണിലാണ് റണ്ണിങ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ആ വൈറ്റ് റെഡ് കോമ്പിനേഷൻ നല്ലതായിട്ട് തന്നെ കാണാൻ പറ്റും. ക്രിസ്മസ് തീമിനായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ആണെങ്കിലും നല്ലൊരു വൈറ്റ് സാരി കളക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിനകത്ത് ഇനിയും നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേന് നമ്മൾ പല്ലൂല് കണ്ട അതേ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് ഇനിയും നെക്സ്റ്റ് ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ഇത് കേട്ടോ,
പല്ലുവിന്റെ ആ ഒരു കറക്റ്റ് ചെസ്റ്റ് പോർഷൻ വരുന്നിടത്ത് ഈ ഒരു വലിയ ഡിസൈൻ വരുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട് സെയിം സൈസിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈപ്പത്തിയേക്കാളും വലിപ്പമുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരൊറ്റ സിംഗിൾ ഡിസൈൻ കൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെസ്റ്റ് പോർഷൻ ആ ഒരു ഭാഗം കവറായി വരും. അതിനുശേഷം നെക്സ്റ്റ് ഡിസൈൻ വരുമ്പോഴത്തേനും നമ്മുടെ കാലിന്റെ പോർഷനിലോട്ട് വരും. ഫ്രണ്ടിൽ തന്നെ ഒരു നമ്മുടെ റൈറ്റ് ലെഗിന്റെ മുകളിലത്തെ പോർഷനിലോട്ട് വരും ഈ ഒരു ഡിസൈൻ വരുന്നത്. അതിനുശേഷം സെയിം ആ ഒരു ടോപ്പ് പോർഷനിൽ തന്നെ ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ലെഫ്റ്റ് ലെഗിന്, അതായത് ഫ്ലീറ്റ്സ് കഴിഞ്ഞ് ലെഫ്റ്റ് ലെഗിന്റെ പോർഷനിലോട്ട് വരുന്നത് പോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. എല്ലാ ഡിസൈൻസും ഇതേ സെയിം സൈസിൽ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ സെയിം ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പോസിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ 3 ഡിസൈൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫ്ലീറ്റ്സിന്റെ ഇടയ്ക്കൂടെ വരുന്നത് പോലെയും അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെയുമായിട്ട് 3 ഡിസൈൻസ് ആണ് സ്റ്റാൻഡിങ് പോസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്രയും ഈ ഒരു വലിയ ഡിസൈൻസ് 7 എണ്ണവും അതുപോലെ ചെറിയ 2 ഡിസൈൻസും വരുന്നത് പോലെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ 3 ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിൽ താഴെ വരുന്നത്. ഇതിന്റെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ആ ഒരു നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടതുപോലെ 2 ഫ്ലവേഴ്സും കുറച്ച് ലീഫും ഒക്കെ വരുന്നൊരു പാറ്റേണിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3175 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു വൈറ്റ് കളർ സാരി തന്നെയാണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു വൈറ്റ് കളർ സാരിയാണ്. ഇതിനകത്ത് ലാവൻഡർ കളറിലെ ഷാഡോ വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലത്തെ കുറച്ച് ഫ്ലവർ ബഞ്ചസ് വരുന്നത് പോലെയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, വളരെ സിമ്പിൾ ലുക്ക് വരുന്ന ഒരു സാരി തന്നെയാണ്. എന്നാൽ നല്ല വലിപ്പത്തിലാണ് ഇതിന്റെ പോർഷനിൽ, ഈ ഒരു പല്ലു പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണിത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്ന എൻഡിലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ വരുന്ന ഒരു പാറ്റേൺ, അതിന് ചെറിയൊരു ബ്രാഞ്ച് ലീഫ് ഒക്കെ വരുന്നത് പോലെ ഒരു ചെറിയ ഫ്ലവറിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോർഡറിൽ നിന്ന് അകത്തോട്ട് വരുന്നത് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ എപ്പോഴും വരുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിങ് പോസിലെ ഡിസൈൻസ് വരുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇതിന്റെ ബോർഡറിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ അകത്തോട്ട് ഉള്ളിലോട്ട് വരുന്നത് പോലെ ഒരു പാറ്റേണിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് ലുക്കുള്ള ഒരു സാരിയാണ്. കളർ കോമ്പിനേഷൻ വൈസ് ആണെങ്കിലും അതുപോലെ ഒരു പാറ്റേൺ വൈസ് ആണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരിയാണ്. ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഫ്ലവേഴ്സിന്റെ സെൻട്രൽ പോർഷൻ ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരി തന്നെയാണ്. നെക്സ്റ്റ് ഈ ഒരു സാരിയിൽ ഡിസൈൻ വരുന്നതിന്റെ ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെ ഇങ്ങനത്തെ ഈ 2 ഫ്ലവേഴ്സ്, 2-3 ഈ ചെറിയ 2 ഫ്ലവേഴ്സും വലിയൊരു ഫ്ലവറും വരുന്നൊരു പാറ്റേണിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ഇതിന്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ പല്ലൂല് കണ്ടതുപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ ആ ഒരു നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിനകത്ത് എല്ലാ ഡിസൈൻസും ഇങ്ങനെ ബോർഡറിൽ നിന്ന് മുകളിലോട്ട് വരുന്നത് പോലെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ആ സ്റ്റാൻഡിങ് പോസിൽ ആ ഡിസൈൻ വരുന്നത് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് അത്യാവശ്യം നമ്മൾ ആ മുമ്പേ കണ്ടതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ വലുതായിട്ട് പല്ലുവിന്റെ എൻ പോർഷനിൽ കണ്ട സൈസിൽ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ഇത് റൈറ്റ് ലെഗ് പോർഷനിലും വന്നിട്ടുണ്ട്. സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഇല്ല. നമുക്ക് ഈ ആ ഒരു വർക്കിന്റെ കളറുള്ള ബ്ലൗസ് വെച്ചൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2679 ആണ്. ഇത് ഷാഡോ വർക്ക് ആയതുകൊണ്ടും ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ഉള്ളതുകൊണ്ടുമാണ് ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2679 ആണ്. നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ എഗൻസ്റ്റ് ഷാഡോ വർക്ക് വരുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. നല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അത്യാവശ്യം സൈസിൽ തന്നെ, ഇതുകൊണ്ട് തന്നെ കൈപ്പത്തിയേക്കാളും വലുപ്പത്തിൽ തന്നെയാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഒന്നും മിക്സ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. നല്ലൊരു നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. വളരെ ഫിനിഷിങ്ങോടുകൂടി തന്നെ ബാക്ക് സൈഡ് ഒക്കെ ആണെങ്കിലും വളരെ ഫിനിഷിങ്ങോടുകൂടി തന്നെ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിലാണ് ഇതുപോലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി എൻ പോർഷനിൽ ഇതുപോലൊരു ചെറിയ ഫ്ലവേഴ്സ് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ ഡിസൈൻസ് അതിന്റെ ഉൾവശുന്ന എൻഡിൽ വരെയും ഇതുപോലെ 4 ഡിസൈൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഉള്ളിൽ വരുന്ന എൻഡിൽ ഈ ഒരു ഡിസൈൻ വരും. അതേ ഗ്യാപ്പിൽ ഇതിന്റെ ആ ഒരു ഫുൾ പല്ലുവിന്റെ എൻ പോർഷനും ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ബോട്ടം പോർഷനിൽ തന്നെ ഒരു വലിയ ഡിസൈനും 4 ചെറിയ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സൈസിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് പല്ലുവിന്റെ എൻ പോർഷനിൽ കണ്ട അതേ സൈസിൽ തന്നെ 2 ഡിസൈൻ ആണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, അങ്ങനെ 3 വലിയ ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്നത്.
ഈ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻസ് ഒരേ സൈസിൽ, എൻ പോർഷനിലെ ഡിസൈൻ കൂടാതെ 2 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും 2 ഡിസൈനാണ് അഗെയിൻ, 2 ഡിസൈനാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ഡിസൈനാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഭംഗിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു, ഞാൻ പറഞ്ഞില്ല, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ നല്ല എലഗന്റ് റോയൽ ലുക്ക് തന്നെ തരുന്ന ഒരു ഷാഡോ വർക്ക് ഡിസൈനാണ്. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ചെയ്തെടുത്തിരിക്കുന്ന 2 ഡിസൈൻസ് ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്ന ഒരു ഡിസൈൻ കൂടി വരുന്നത്, ഏകദേശം നമ്മുടെ ഒരു മുകളിലായിട്ട് റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻ വരും. അതിനുശേഷം ഇതിൻ്റെ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻ, ഇങ്ങനെ ഒരു ഡിസൈൻ വരും. ഇങ്ങനെയാണ് ഇതിനകത്ത് ടോപ്പ് പോർഷണൽ ഡിസൈൻ വരുന്നത്. എഗെയിൻ ഇതിൻ്റെ ഫ്ലീറ്റ്സിനുള്ളിലോട്ട് വീണ്ടും ഡിസൈൻസ് ഉണ്ട്. ഫ്ലീറ്റ്സിനുള്ളിലോട്ട് വരുന്നത് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ മിഡിലായിട്ട് വരുന്ന പോലെയാണ് ഈ 2 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ സ്റ്റാൻഡിങ് പോസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിറച്ചും എംബ്രോയിഡറി വർക്ക്, ഏകദേശം ഫുൾ ബോർഡറും കവർ ചെയ്ത് പല്ലുവിൻ്റെ എൻ പോർഷനും കവർ ചെയ്ത് വരുന്നത് പോലെ ഫുൾ ബോർഡറിൽ വരുന്നത് പോലെയുള്ളൊരു ഷാഡോ വർക്ക് ഡിസൈൻ ഉള്ളൊരു സാരിയാണ്. ലീഫും ഇതുമെല്ലാം ഷാഡോ വർക്ക് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടില്ല. ബ്ലൗസ് നമ്മൾ വാക്കോബ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ഒരു സാരി കാണാനായിട്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2795 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു സെൽഫ് വൈറ്റ് കളറിലാണ്. കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പേൾ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ, ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല തിക്കായിട്ട് 3D ഇഫക്റ്റ് വരുന്നല്ലോ. വൈറ്റ് കളർ ആയതുകൊണ്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല തിക്കായിട്ടൊരു 3D ഇഫക്റ്റ് വരുന്നത് പോലെയാണ് ഈ ഒരു 3 ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ചെറീസിൻ്റെ ഒക്കെ ഒരു ഫീൽ കൊടുക്കുന്നത് പോലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു ലീഫും ആ ഒരു ചെറീസും ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ക്രിസ്മസ് തീമിലൊക്കെ നല്ലതായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഫേൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ കൊടുത്ത് പിന്നെ പല്ലുവിലെ ആ ഒരു ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോടെ തന്നെ ഈ ലീഫൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത്, അതുപോലെ ഈ ഒരു ഫേൺ സ്റ്റിച്ച് ആണെങ്കിലും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണിത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ ഇതുപോലെയാണ്. 3 ഫ്ലവേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷെ കുറച്ചും കൂടെ ചെറിയ സൈസിലും കുറച്ചും കൂടെ അടുത്ത് വരുന്നത് പോലെ ഒരു പാറ്റേണിലാണ് ഉള്ളിൽ വരുന്ന ഡിസൈൻ വന്നിരിക്കുന്നത്. ലീവ്സ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ചെറിയ സൈസിലാണ് വരുന്നത്. ഈ ഒരു സാരിയിൽ നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ വന്നിട്ടില്ല. ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ പല്ലു പോർഷനിൽ കണ്ടതുപോലെ വലിയ സൈസിലുള്ള ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം വലിയ ലീഫ് പാറ്റേണും അതുപോലെ ഇച്ചിരി ഗ്യാപ്പിൽ ആ ഫ്ലവേഴ്സ് ഒക്കെ വരുന്നത് പോലെ ഇച്ചിരി വലിയ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പല്ലുവിൻ്റെ ഉള്ളിൽ കണ്ടതുപോലത്തെ ചെറിയ ഡിസൈൻസ് ഇതിൻ്റെ ഒരു ബോഡി പോർഷനിൽ സ്കാറ്റർ ചെയ്തിരിക്കുവാണ്. ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ ആ ഒരു സൈഡിൽ വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഇച്ചിരി ആ ഒരു ഫ്ലീറ്റിൽ മുകളിലോട്ട് വരുന്ന ഫ്ലീറ്റ്സിൽ വരുന്നത് പോലെ ഭാഗത്ത് വരുന്ന പോലെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആ പല്ലുവിൻ്റെ ഉൾവശത്ത് കണ്ടതുപോലത്തെ ചെറിയ സൈസിൽ വരുന്ന ഡിസൈൻസ് ആണ്. സെയിം 3 ഫ്ലവേഴ്സ് ഒക്കെയുള്ള ഡിസൈൻ തന്നെയാണ്, പക്ഷെ നമ്മൾ പല്ലുവിൽ കണ്ടത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഒരു ചെറിയ ലീഫ് പാറ്റേൺ ഒക്കെ ഇച്ചിരി ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഫ്ലീറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്നത് പോലെ സെയിം സൈസിൽ തന്നെ വരുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിനുശേഷം റൈറ്റ് ലെഗ് പോർഷൻ നോർമലി ചിലപ്പോൾ ഇത് ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരും, കാരണം കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരുന്നു ഡിസൈൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെ 2 ഡിസൈൻ ആയിട്ടായിരിക്കും ഈ ഒരു ഡിസൈൻ ഉടുത്ത് വരുമ്പോൾ വരുന്നത്. ഈ ഒരു പാറ്റേൺ ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. 2 ഫ്ലവറും ചെറിയ ബീഡ്സും ആ ഒരു ലീഫും ഒക്കെ വരുന്നത് പോലെ ഈ ഒരു പാറ്റേണിൽ 2 സ്ലീവ്സിൽ വർക്ക് വരുന്നത് പോലെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2535 ആണ്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ സാരീസ് ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കാണിച്ച സാരീസ് എല്ലാം നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. മാക്സിമം 1 to 2 ഡേയ്സിനുള്ളിൽ നമുക്ക് DTDC വഴി എല്ലാവരിലും എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കൂടുതൽ സാരീസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.